Hi friends, welcome back to Menu's Taste of Home. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ചേർക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പുഡിംഗ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കാരമൽ കസ്റ്റർഡ് പുഡിംഗ് അല്ലെങ്കിൽ ഫ്ലാൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. പശുവിൻ പാൽ 1 കപ്പ്, മുട്ട 2 എണ്ണം, പഞ്ചസാര മധുരത്തിനനുസരിച്ച്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ബൗളും വേണം. ആദ്യം കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പുഡിങ്ങിന് എത്ര കാരമൽ സിറപ്പ് വേണം അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സിറപ്പ് വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ഇനി ഈ പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. ഇത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യരുത്, എന്നാൽ കാരമൽ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൂടുതൽ ടൈം എടുക്കും. ഇപ്പോൾ കാരമൽ സിറപ്പിന്റെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടിട്ട് ഇതൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പിന് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് പകർത്താം. കാരമൽ സിറപ്പിന്റെ കളർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി പോകും. ഇനി ഇതൊരു 10 മിനിറ്റ് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കസ്റ്റേർഡ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പുഡിങ്ങിന് നല്ലൊരു വാനിലയുടെ ഫ്ലേവർ കിട്ടുന്നതിനായിട്ട് 1/2 ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റോ എസൻസോ ചേർക്കാം. ഇത് ഓപ്ഷണൽ ആണ്. വാനില എസൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ഈ എസൻസും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയ 1 കപ്പ് പാല് ചേർക്കാം. മുട്ടയും പാലും പഞ്ചസാരയും നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് മിക്സ് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. പുഡിങ്ങിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടുന്നതിനായിട്ടാണ് ഇതുപോലെ അരിച്ചു മാറ്റുന്നത്. കാരമൽ സിറപ്പ് നന്നായിട്ട് കൂളായിട്ട് ഇതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് കസ്റ്റർഡ് മിക്സ് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഈ പുഡിങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബൗളിൽ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. ഇനി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് മിക്സ് നമുക്ക് ഈ കാരമൽ സിറപ്പിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇനി ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഈ പുഡിങ്ങിലേക്ക് വെള്ളം കയറാതിരിക്കാനാണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിന്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. സ്റ്റീം ചെയ്യുന്നതിനായിട്ട് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ബൗൾ തന്നെ യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബൗൾ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലും ചെയ്തെടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പുഡിംഗ് ഇവിടെ റെഡിയായി. ഇനി ഇത് കംപ്ലീറ്റ്ലി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പുഡിംഗ് ഇപ്പോൾ കംപ്ലീറ്റ്ലി തണുത്തിട്ടുണ്ട്. ഇതുപോലൊരു നൈഫോ അല്ലെങ്കിൽ സ്പാച്ചുലയോ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിരിയിച്ചെടുക്കാം. ഇനി പുഡിംഗ് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് പകർത്താം.
ഇത് തണുപ്പോട് കൂടി സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഒരു പുഡിംഗ് തണുപ്പോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.